ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, മനുഷ്യജീവിതത്തെ സുന്ദരമാക്കുന്നത് ബന്ധങ്ങളാണ്. നല്ല ബന്ധങ്ങളും ബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹവും ആഴവും സഹിഷ്ണുതയുമാണ് ബന്ധങ്ങളെ മനോഹരമാക്കുന്നത്. എന്നാൽ ഈ 2025 വർഷം തുടങ്ങിയതിന് ശേഷം നമ്മളെ ഓരോരുത്തരെയും സങ്കടപ്പെടുത്തുന്ന ചില വാർത്തകൾ നമ്മൾ പത്രങ്ങളിലും ടി വിയിലൊക്കെ കാണുമ്പോൾ ബന്ധങ്ങളുടെ ആഴം നഷ്ടപ്പെടുന്നതും ആ ബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നതും സ്വാർത്ഥത നിറഞ്ഞു വരുന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തിയൊരു വാർത്തയാണ്. സ്വന്തം മകൻ തന്നെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ആ മകൻ പറഞ്ഞത് ജന്മം തന്നതിനുള്ള ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു. എത്ര കൂളായിട്ടാണ് ആ മകൻ പോലീസ് ജീപ്പിലിരുന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി കഴിഞ്ഞു. അതേ സ്നേഹമുള്ളവരെ, മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും അടിമത്തത്തിൽപ്പെട്ട് ബന്ധങ്ങളുടെ വില അറിയാതെ പോകുന്ന ഒരു മകൻ, ആ മകൻ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായ വേറൊരു വാർത്ത കേട്ടു. ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ്. അവിടുത്തെ അധ്യാപകർ ഒരു കുട്ടി അനുവാദമില്ലാതെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ ആ മൊബൈൽ ഫോൺ തിരിച്ചു ചോദിച്ചപ്പോൾ ആ കുട്ടി +1 +2 പഠിക്കുന്ന ആ കുട്ടി പ്രധാന അധ്യാപകനായിട്ടാണ് തോന്നുന്നു അവിടെ കയർത്ത് സംസാരിക്കുന്നതും അവസാനം ആ പ്രധാന അധ്യാപകനെ വെല്ലുവിളിക്കുന്നതും പുറത്തിറങ്ങിയാൽ കൊന്നുകളയും എന്ന് പറയുന്നതും ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് പറയുകയാണ്, പുറത്തിറങ്ങിയാൽ കൊന്നുകളയും. അപ്പോൾ സ്നേഹമുള്ളവരെ, ബന്ധങ്ങളുടെ ആഴവും ബന്ധങ്ങൾക്കിടയിലുള്ള സഹിഷ്ണുതയും ബന്ധങ്ങളുടെ ഇടയിലുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്നു. അതേ, ഒരു സഹോദരി, ആ സഹോദരി ജീവന തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയെ വേറൊരു വിവാഹാലോചന വന്നതിൻ്റെ പേരിൽ, വേറൊരാൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വ്യക്തിയെ ജ്യൂസിൽ വിഷം കൊടുത്ത് അങ്ങനെ കൊലപാതകം നടത്തി. അപ്പോൾ അതിന് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. അതിൻ്റെ കാരണം സ്നേഹത്തിൻ്റെ ഇടയിലുള്ള വഞ്ചന, സ്നേഹത്തിൻ്റെ രൂപത്തിലുള്ള വഞ്ചനം. അങ്ങനെ ബന്ധങ്ങൾക്കിടയിലുള്ള ആഴങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എടുത്താൽ ആ ബന്ധങ്ങൾക്കിടയിലുള്ള ആഴവും സ്നേഹവും കുറഞ്ഞു പോകുന്നു, സഹിഷ്ണുത കുറഞ്ഞു പോകുന്നു. അതോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ജീവിതം എടുത്താലും ആ ബന്ധങ്ങൾക്കിടയിലുള്ള സഹിഷ്ണുത കുറഞ്ഞു പോകുന്നു. ഈ അടുത്ത നാളിൽ ഒരു വാർത്ത കേട്ടു. ഇപ്പോൾ കൂടുതൽ ഡിവോഴ്സിന് പരിശ്രമിക്കുന്നത് കുറേ കാലം ഒരുമിച്ച് ജീവിച്ച് 15ഉം 20ഉം വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഡിവോഴ്സിലേക്ക് കടക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ കൂടി വരുന്നു എന്നൊരു വാർത്ത വായിക്കാനിട വന്നു. അതെ, 15 വർഷം 20 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചിട്ടും ആ ബന്ധങ്ങളിൽ സഹിഷ്ണുതയോടെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വേർപിരിയാം എന്ന് തീരുമാനിക്കുന്ന ദമ്പതികളുടെ എണ്ണം ഈ നാളുകളിൽ കൂടി വരുന്നതായിട്ട് വാർത്തകൾ കേട്ടു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയായിട്ടുള്ളത് ഈശോയാണ്. ഈശോ തൻ്റെ ബന്ധങ്ങളെ ഏറ്റവും സുന്ദരമായി, ഏറ്റവും മനോഹരമായി, ആഴമുള്ളതായിട്ട് കൊണ്ടു നടന്നു. ഈശോയാണ് നമുക്ക് ഈ മേഖലയിൽ വലിയൊരു മാതൃക നമുക്ക് നൽകുന്നത്. ഈശോയുടെ പിതാവിനോടുള്ള ബന്ധം വളരെ വിശ്വസ്തമായിട്ടുള്ള ബന്ധം, സ്നേഹം നിറഞ്ഞ ബന്ധം, ആഴത്തിലുള്ള ബന്ധമായിരുന്നു. ഈശോയ്ക്ക് ശിഷ്യന്മാരോടുള്ള ബന്ധം അത് വേറൊരു തരത്തിലുള്ള ബന്ധമായിരുന്നു. സ്നേഹവും അതോടൊപ്പം അവരെ നയിക്കലും അവരെ പഠിപ്പിക്കലും അവരുടെ ഗുരുവായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അതോടൊപ്പം ഈശോയ്ക്ക് സാധാരണ ജനങ്ങളോടുണ്ടായിരുന്ന ബന്ധം അത് വേറൊരു തരത്തിലുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ഈശോയുടെ ഈ ബന്ധങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയാണ് ബന്ധങ്ങളിൽ ആഴപ്പെടുവാൻ നമുക്ക് ഏറ്റവും വലിയ മാതൃക. യേശുവിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒന്ന് അല്പം വിശദമായിട്ട് ചിന്തിച്ചാൽ, പിതാവായ ദൈവത്തോട് പുത്രനായ യേശുവിനുണ്ടായിരുന്ന ബന്ധം അത് വളരെ നന്ദിയുടെയും അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടെയും ബന്ധമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവേ എൻ്റെ ഹിതമല്ല. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടത്തേക്കാൾ പിതാവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത ഈശോ പിതാവിൻ്റെ ഇഷ്ടം എപ്പോഴും നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം
5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുകയാണ്, പുത്രൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവിനോട് ചോദിച്ചും പിതാവിനോട് ആലോചന ചോദിച്ചുമാണ് പുത്രൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആ പുത്രൻ പിതാവുമായിട്ടുള്ള ബന്ധം എത്ര ശക്തമായി ആഴത്തിൽ കൊണ്ടു നടന്നു എന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം തിരുവചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പിതാവുമായിട്ട് ആലോചന ചോദിച്ച് പ്രാർത്ഥനയിലൂടെയാണ്. നമ്മളന്ന് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ശിഷ്യന്മാർ തിരഞ്ഞെടുക്കുന്നത് പ്രലോഭനത്തിലൊക്കെ അകപ്പെടുമ്പോൾ. അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിൽ ഈശോ പിതാവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും, ജീവിതത്തിൽ ഓരോ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈശോ എടുത്തിരുന്നു. അത് ആ പിതാവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്തി. അത് വിശ്വസ്തമായൊരു ബന്ധമായിരുന്നു, അനുസരണയുള്ളൊരു ബന്ധമായിരുന്നു, അത് കൂടുതൽ ദൃഢമായ ഒരു ബന്ധമായിരുന്നു യേശുവിന് പിതാവിനോടുണ്ടായിരുന്നു. അതോടൊപ്പം യേശുവിന് ശിഷ്യന്മാരോടുണ്ടായിരുന്ന ബന്ധം അതൊരു സുഹൃത്ത് ബന്ധമായിരുന്നു. ശിഷ്യന്മാരോട് സുഹൃത്തുക്കൾ എന്ന പോലെ പെരുമാറുന്നു. അതേസമയം സുഹൃത്തുക്കൾ എന്ന പോലെ ബന്ധം അവരോട് സ്ഥാപിക്കുമ്പോഴും ഈശോ അവർക്ക് വേണ്ട സമയത്ത് കറക്ഷൻസ് കൊടുക്കുന്നുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരെ നയിക്കുന്നുണ്ട്, അവരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നേഹിതന്മാരെ പോലെയാണ്. പക്ഷേ ആ യേശുവിൻ്റെ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടത്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടത്. യേശു തൻ്റെ സ്നേഹിതന്മാരെ പോലെയാണ് ശിഷ്യന്മാരെ കണ്ടതെങ്കിലും അവർ തെറ്റ് ചെയ്തപ്പോൾ യേശു തിരുത്തി. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ യേശു അവർ തിരുത്തി. അങ്ങനെയല്ല എന്ന് പറഞ്ഞു യേശു അവർക്ക് സ്നേഹിതരായിരുന്നെങ്കിൽ പോലും അവരോട് ഒരു സ്നേഹിതനെ പോലെ പെരുമാറിയെങ്കിലും അവർക്കൊരു വലിയ മാർഗദർശി കൂടെയായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്നൊക്കെ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു സുഹൃത്താണ്, സ്നേഹിതനാണ്, ആ വ്യക്തി സ്നേഹിതയാണ്. ആ വ്യക്തി എന്ത് പറഞ്ഞാലും നമ്മൾ കണ്ണടച്ച് സ്വീകരിക്കുക. തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാലും നല്ല കാര്യം പറഞ്ഞാലും സ്വീകരിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അപ്രീതി ഉണ്ടാകരുത് എന്ന് കരുതി എന്തിനും കൂട്ടുനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ഇന്നത്തെ ബന്ധങ്ങൾ പോകുന്നത്. പക്ഷേ യേശു നമുക്ക് സൗഹൃദങ്ങളെക്കുറിച്ച് നമുക്കൊരു നല്ലൊരു മാതൃക തരികയാണ്. യേശു അവരുടെ സ്നേഹിതനായിരുന്നു. അതേസമയം അവരുടെ കുറവുകളും തെറ്റുകളിലും അവർ തിരുത്തി. അവർക്ക് സങ്കടമുള്ളപ്പോൾ അവരെ ആശ്വസിപ്പിച്ചു, അവരെ കൂടെ നടന്നും. അങ്ങനെ ഈശോ എങ്ങനെയാണ് ശിഷ്യന്മാരോടുള്ള സ്നേഹിതന്മാരുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, അവിടെ ഈശോ അവരെ അതുപോലെ വളരെയധികം കാര്യങ്ങളും ഈശോ അവരെ പഠിപ്പിച്ചു. വീണ്ടും നമ്മൾ യേശുവിനെ ജനങ്ങളോടുള്ള ബന്ധം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യേശു അവരോട് വളരെ അനുകമ്പയോടും കരുണയോടും കൂടെയാണ് സാധാരണ ജനങ്ങളോട് ഈശോ പ്രവർത്തിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം തിരുവചനം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9:36, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി, അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. സ്നേഹമുള്ളവർ, പിന്നീട് യേശുവിൻ്റെ ശത്രുക്കൾ, യേശുവിനോട് ശത്രുതയുണ്ടായിരുന്നവരോട് യേശു എത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. പാപികളോട് ഈശോ ക്ഷമിക്കുന്നു, സക്കീവൂസിനോട് ക്ഷമിക്കുന്നു, അങ്ങനെ പാപിനിയായ സ്ത്രീയോട് ക്ഷമിക്കുന്നു. അങ്ങനെ ഓരോരോ ബന്ധങ്ങളിൽ യേശു എത്ര മനോഹരമായിട്ടാണ് ഇടപെടുന്നത്. യേശുവിൻ്റെ ആ ബന്ധങ്ങളുടെ ആഴത്തിലുണ്ടായിരുന്ന എന്താണ്, അല്ലെ ഇന്നത്തെ ലോകത്തിലെ ബന്ധങ്ങളുടെ സവിശേഷത എന്താണ്, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ലോകത്തിലെ ബന്ധങ്ങളിൽ അതിൽ ലൗകിക താല്പര്യങ്ങളാണ് മുൻകൂട്ടി നിൽക്കുന്നത്. എനിക്ക് എന്ത് ലാഭം കിട്ടും, എനിക്കെന്ത് നേട്ടമുണ്ടാകും, ഞാൻ സുഹൃത്തായി കാണുന്ന വ്യക്തിയുടെ സമൂഹത്തിലുള്ള വിലയും നിലയും എന്താണ്, എനിക്കെന്ത് സാമ്പത്തിക നേട്ടമാണ് ഈ ബന്ധത്തിലൂടെ ലഭിക്കുക, അങ്ങനെയുള്ള ലോകത്തിൻ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പല സൗഹൃദങ്ങളും ബന്ധങ്ങളിലും മുമ്പോട്ട് പോകുന്നത്. എന്നാൽ യേശുവിൻ്റെ ബന്ധങ്ങളെ, അല്ലെങ്കിൽ യേശു എങ്ങനെയാണ് ബന്ധങ്ങളെ കണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ദൈവരാജ്യം മുൻനിർത്തിയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അത് രക്ഷയിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവരാജ്യത്തിൻ്റെ നന്മകളിലേക്കും കടന്നു വരണമെന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ബന്ധങ്ങളുടെ പ്രത്യേകത. അതോടൊപ്പം യേശുവിൻ്റെ ബന്ധങ്ങളിലെ ആഴമെന്ന് പറയുന്നത് അത് ത്യാഗത്തിന് തയ്യാറാകുന്ന ബന്ധങ്ങളായിരുന്നു. അവിടെ യേശു സുഹൃത്തുക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. യേശു താൻ സ്നേഹിച്ച ജനതകൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. അതോടൊപ്പം യേശുവിൻ്റെ ഈ എളിമയുടെയും
വലിയ ത്യാഗത്തിൻ്റെയും മനോഭാവം ഈശോ തരിക. ശിഷ്യന്മാരുടെ പാദങ്ങളൊക്കെ കഴുകാൻ ഈശോ തയ്യാറാകുമ്പോൾ അതിലൂടെ വലിയൊരു മാതൃക തരികയാണ്. അഹങ്കാരമല്ല ജീവിതത്തിലെ വിജയത്തിൽ നമ്മൾ എത്തിക്കുന്നത്, നമ്മളെ ജീവിത വിജയത്തിൽ എത്തിക്കുന്നത് എളിമയാണ്, അല്ലെങ്കിൽ വിനയമാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ബന്ധങ്ങളിലേക്കും ആധുനിക ലോകത്തിലെ ബന്ധങ്ങളിലേക്കും യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ബന്ധങ്ങളിലേക്കും നമ്മൾ കടന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ യേശു എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളെയും അതിജീവിച്ച് ത്യാഗത്തിൻ്റെയും വിശുദ്ധമായ സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബന്ധങ്ങളെ കണ്ടിരുന്നത്. അപ്പോൾ യേശു എങ്ങനെയാണ് ബന്ധങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്, അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ആ ബന്ധങ്ങൾ ആഴമുള്ളതും അതിൽ സഹിഷ്ണുതയുണ്ടാകുന്നതും സ്നേഹം നിറയുന്നതും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളെയും, എല്ലാ മക്കളെയും, എല്ലാ വിദ്യാർത്ഥികളെയും, എല്ലാ അധ്യാപകരെയും, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ സമർപ്പിച്ച് ഈ ആരാധനയിൽ വലിയൊരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മനസ്സോടെ ആരാധിക്കാം കർത്താവിനെ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം ശ്രീ യേശു ക്രിസ്തുവിനെ. പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം കർത്താവിനെ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം ശ്രീ യേശു ക്രിസ്തുവിനെ. പൂർണ്ണാത്മാവോടെ ആരാധിക്കാം, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം, പൂർണ്ണാത്മാവോടെ ആരാധിക്കാം, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ഒന്നായി ചേർന്ന് ആരാധിക്കാം, ആത്മാവിലും സത്യത്തിലും ഒന്നായി ചേർന്ന് ആരാധിക്കാം. മാലാഖമാരൊപ്പം ആരാധിക്കാം, ആരാധന ആരാധന. വിശുദ്ധരോടൊപ്പം ആരാധിക്കാം, ആരാധന ആരാധന. മാലാഖമാരൊപ്പം ആരാധിക്കാം, ആരാധന ആരാധന. വിശുദ്ധരോടൊപ്പം ആരാധിക്കാം, ആരാധന ആരാധന. പിതാവം ദൈവത്തിനാരാധന, പുത്രനാം ദൈവത്തിനാരാധന, ആത്മാവാം ദൈവത്തിനാരാധന, ത്രിയേക ദൈവത്തിനാരാധന. പിതാവം ദൈവത്തിനാരാധന, പുത്രനാം ദൈവത്തിനാരാധന, ആത്മാവാം ദൈവത്തിനാരാധന, ഏക ദൈവത്തിനാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യമക്കളോടൊപ്പം ആയിരിക്കുവാനുള്ള ആഗ്രഹത്താൽ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. കുടുംബത്തെ സമർപ്പിക്കാം, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോ മനുഷ്യമക്കളോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ചതുപോലെ ഈശോ തൻ്റെ എല്ലാ ബന്ധങ്ങളും ഏറ്റവും മനോഹരമായിട്ട് കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ് ഈശോ. ഈശോയുടെ പിതാവുമായിട്ടുള്ള ബന്ധം എത്ര മനോഹരമായിരുന്നു. അനുസരണവും സ്നേഹവും വിശ്വസ്തതയും സ്നേഹത്തിൻ്റെ ആഴവും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു. ഈശോയ്ക്ക് തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ബന്ധം, ഈശോ ശിഷ്യന്മാരുടെ സ്നേഹിതനായിരുന്നു, മാർഗദർശിയായിരുന്നു. അതോടൊപ്പം അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ ശരിയായ വഴികളിലൂടെ നടത്തി ഈശോ അവർക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു. ഈശോയ്ക്ക് സാധാരണ ജനങ്ങളോടുണ്ടായിരുന്ന ബന്ധം എത്ര കരുണയോടെ അനുകമ്പയോടുകൂടിയാണ് ഈശോ സാധാരണ ജനങ്ങളോട് ഇടപഴകിയത്. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചത്, തന്നെ കേൾക്കാൻ കടന്നു വന്നവർക്ക് ഭക്ഷണം കൊടുത്തവരുടെ വിശപ്പ് മനസ്സിലാക്കി. ഈശോയ്ക്ക് സാധാരണക്കാരോടുണ്ടായിരുന്ന ബന്ധം ഒരു നല്ല ഇടയൻ്റെ സ്നേഹത്തിൻ്റെ ആഴമുള്ള ബന്ധമായിരുന്നു. ഈശോയ്ക്ക് പാപികളോടും
രോഗികളോടും ഉണ്ടായിരുന്ന ബന്ധം. എത്ര കരുണയോടുകൂടെയാണ് പാപികളെ ഈശോ കരുതുന്നത്. സക്കേവൂസിനെയും പാപിനിയായ സ്ത്രീയെയൊക്കെ സമരിയക്കാരിയൊക്കെ എത്ര നല്ല രീതിയിലാണ് ഈശോ അവരോട് ഇടപഴകുന്നത്. ഈശോ തൻ്റെ ശത്രുക്കളോട് പോലും എത്ര നല്ല രീതിയിലാണ് ഇടപഴകിയത്. ഈശോ വലിയൊരു മാതൃകയാണ് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ, ബന്ധങ്ങളുടെ ആഴം കാത്തു സൂക്ഷിക്കുവാൻ. സ്നേഹമുള്ളവർ, ഇന്നത്തെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബന്ധങ്ങളുടെ ആഴം നഷ്ടപ്പെട്ടു പോകുന്നു. അത് ദമ്പതികളുടെ ഇടയിലാണെങ്കിലും ബന്ധങ്ങളുടെ ആഴം നഷ്ടപ്പെട്ടു പോകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ആ ബന്ധത്തിൻ്റെ ആഴവും സ്നേഹവും സഹിഷ്ണുതയും നഷ്ടപ്പെടുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ആഴവും സ്നേഹവും സഹിഷ്ണുതയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. സ്നേഹമുള്ളവരെ, നൊന്തു പ്രസവിച്ച അമ്മയെ വെട്ടിക്കൊല്ലുന്ന മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനോട് സ്കൂളിന് പുറത്തു കടന്നാൽ തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന +1കാരും +2കാരും ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ മരണതുല്യം സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് കരുതിയവന് വിഷം കഷായത്തിൽ കൊടുത്ത് കൊന്ന കുട്ടി, സ്നേഹത്തിൽ ഏർപ്പെടുന്നവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സ്നേഹത്തിൻ്റെ ആഴവും പരസ്പരമുള്ള ബന്ധങ്ങളുടെ സഹിഷ്ണുതയും ഒക്കെ കാത്തു സൂക്ഷിക്കുവാൻ ഈശോയെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈശോയുടെ ആ മാതൃക ബന്ധങ്ങളിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ, മക്കളിലേക്ക് കടന്നു വരണമേ, സുഹൃത്തുക്കളിലേക്ക് കടന്നു വരണമേ, സൗഹൃദങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിധാ ഒന്ന് ചേർന്ന് ഈശോയുടെ സ്നേഹം എന്നറിയാം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിധാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിധാ. വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോട് എളിയോരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിയിടം അഖിലവും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിധാ. നിന്നെ സ്നേഹിച്ചിടും നിധാ. ആരാധന ആരാധന യേശുവേ, ആരാധന എല്ലാം സമർപ്പിച്ചു. ആരാധന ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ. മാതാപിതാക്കളെ, മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ. അധ്യാപകരെ, വിദ്യാർത്ഥികളെ ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഹൃദങ്ങളെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം 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 മഹത്വം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സ്വാർത്ഥത വിട്ടുപോകട്ടെ, കൃപ നിറയട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന ആരാധന. സ്നേഹമുള്ളവരെ, എന്തായിരുന്നു ഈശോയുടെ ബന്ധങ്ങളുടെ പ്രത്യേകത? ഈശോയുടെ ബന്ധങ്ങളെല്ലാം
അത് വിശ്വാസത്തിലും ത്യാഗത്തിലും നിസ്വാർത്ഥതയിലും അടിയുറച്ചതായിരുന്നു. സ്വാർത്ഥത തീരെയില്ലായിരുന്നു ഈശോയുടെ ബന്ധങ്ങൾക്ക്. അതുകൊണ്ട് ആ ബന്ധങ്ങളെല്ലാം ഊഷ്മളമായ ബന്ധങ്ങളായി മാറി, നിലനിൽക്കുന്ന ബന്ധങ്ങളായി മാറി. ഇന്നത്തെ ലോകത്തിലെ ബന്ധങ്ങളിൽ പലപ്പോഴും കാണുന്ന പ്രത്യേകതകൾ എന്താണ്? പലപ്പോഴും ഇന്നത്തെ ലോകത്തെ ബന്ധങ്ങളിൽ ലാഭം, എനിക്കെന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുന്നു, എനിക്കെന്ത് നേട്ടമുണ്ടാകും എന്ന് ചിന്തിക്കുന്നു, എൻ്റെ കുടുംബത്തിന് ഇതിലൂടെ എന്ത് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നു. അതോടൊപ്പം ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറി ജഡികമായ താല്പര്യങ്ങളുടെ പുറകെ പോകുന്നു. സ്നേഹമുള്ളവർ, ഇവിടെ ലോകത്തിലെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്വാർത്ഥതയ്ക്കും അതോടൊപ്പം ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ മുൻഗണന നൽകുമ്പോൾ യേശു തൻ്റെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചത് ത്യാഗത്തിലൂടെ. തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ യേശു ആഴപ്പെടുകയാണ്. വിനയത്തിൻ്റെ മാതൃക നൽകി, എളിമയുടെ മാതൃക നൽകി, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഈശോ നൽകുന്ന മാതൃകൾ, ഈശോ ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ വലിയൊരു മാതൃക, ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മാതൃക നൽകുകയാണ്. അതെ, ഈശോയുടെ വഴികൾ എത്രയോ സുന്ദരമാണ്, എത്രയോ മനോഹരമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തെ നമുക്ക് സമർപ്പിക്കാം. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം. എല്ലാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നല്ല ബന്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദമ്പതികൾക്കിടയിൽ ഊഷ്മളമായ സ്നേഹവും ബന്ധവും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സൗഹൃദങ്ങൾ ആത്മാർത്ഥം നിറഞ്ഞതായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധം, സ്നേഹം നിറഞ്ഞ ബന്ധമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനും യേശുവിൻ്റേതുപോലെയുള്ള മനോഹരമായ ബന്ധങ്ങളിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എനിക്കെല്ലാമെല്ലാം എൻ്റെ ഈശോ. ആരാധന ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.